കേട്ടറ്റ് പരീക്ഷയുടെ ഏറ്റവും പുതിയ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. വിവിധ വിഭാഗങ്ങളിലായി ജൂൺ 22, 23 തീയതികളിലാണ് പരീക്ഷ നടക്കുന്നത്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാകാൻ യോഗ്യത നിർണ്ണയിക്കുന്ന കേട്ടറ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന പരീക്ഷയ്ക്കിരിക്കാൻ ഈ മാസം 26 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷാ ഫീസ് അടയ്ക്കുകയും ചെയ്യാം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പരീക്ഷ. 4 കാറ്റഗറികളിൽ പരീക്ഷയുണ്ട്. 1 ലോവർ പ്രൈമറി, 2 അപ്പർ പ്രൈമറി, 3 ഹൈസ്കൂൾ, 4 UP തരം വരെയുള്ള ഭാഷാ അധ്യാപകർ അറബിക്, ഹിന്ദി, സംസ്കൃതം, ഉറുദു എന്നീ ഭാഷകളിൽ UP തലം വരെ പഠിപ്പിക്കുന്ന അധ്യാപകരാകുവാനും, സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കായികം. എത്ര വിഭാഗങ്ങളിലെ പരീക്ഷകൾ എഴുതുവാനും ഒരപേക്ഷ മതി. പക്ഷേ ഓരോ വിഭാഗത്തിലേക്കും 500 രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. പട്ടിക ജാതി പട്ടിക വിഭാഗം ഭിന്നശേഷി വിഭാഗക്കാർക്ക് 250 രൂപയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. 1, 2, 4 കാറ്റഗറികളിൽ ഭാഷകൾ ഒഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. 3-ാം കാറ്റഗറിയിൽ ഭാഷകൾ ഒഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷയുടെ പ്രിന്റ് സൂക്ഷിക്കുകയും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഇതിലെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐഡിയും ഉപയോഗിക്കുകയും വേണം. ജൂൺ 3 ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപേക്ഷയുടെ പ്രിന്റോ സർട്ടിഫിക്കറ്റ് പകർപ്പുകളോ അയച്ചു കൊടുക്കേണ്ടതില്ല. ഓരോ വിഭാഗത്തിലെ പരീക്ഷയിലും 150 മിനിറ്റിൽ 150 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. OMR രീതിയിലുള്ള ഉത്തരക്കടലാസായിരിക്കും. തെറ്റുത്തരത്തിന് മാർക്ക് കുറയ്ക്കില്ല. യോഗ്യതയ്ക്ക് ടെസ്റ്റിൽ കുറഞ്ഞത് 60% മാർക്ക് നേടണം. പട്ടിക പിന്നോക്ക വിഭാഗങ്ങളിൽ 55%, ഭിന്നശേഷി വിഭാഗക്കാർ 50% മാർക്ക് നേടിയാൽ മതി. അപേക്ഷകർക്ക് പ്രായപരിധി നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിയമനത്തിന് അപേക്ഷിക്കാൻ പ്രായവും അക്കാദമിക പരീക്ഷകളും സംബന്ധിച്ച മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ഈ പരീക്ഷയിൽ യോഗ്യത തെളിയിക്കുന്നതുവഴി നിയമനത്തിന് അവകാശം കിട്ടുകയില്ലെന്ന് ഓർക്കേണ്ടതാണ്. ഒരിക്കൽ വിജയിച്ച കാറ്റഗറിയിൽ വീണ്ടും എഴുതാൻ കഴിയില്ല. ഏതു വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതാനാണ് താൽപര്യമെന്ന് അപേക്ഷയിൽ കാണിക്കേണ്ടതുണ്ട്. 1-ലേറെ ജില്ലകളിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. CTET അധ്യാപകരാകാൻ കേന്ദ്ര സർക്കാരിന്റെ യോഗ്യതാ പരീക്ഷ. MED, NET, SET, MPhil, PhD തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ടെസ്റ്റ് എഴുതുന്നതിൽ നിന്ന് ഇളവുകളുണ്ട്. BEd, DEd, DLEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഗവൺമെന്റിന്റെ വിവിധ സൈറ്റുകളിൽ നിന്ന് ലഭ്യമാണ്. സംശയ പരിഹാരത്തിന് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് ഗവൺമെന്റ് എക്സാമിനേഷൻസ്, പരീക്ഷാഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 695012. ഫോൺ 0471254683. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.